ഒരു മാസത്തിലേറെയായി സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരവുമായി മുന്നോട്ടു പോവുകയാണ് ആശാപ്രവർത്തകർ. വെയിലും മഴയും പോലും അവഗണിച്ച് തങ്ങൾക്ക് ലഭിക്കാനുള്ള ശമ്പളവും വേതനവും ലഭ്യമാക്കാൻ പ്രതിഷേധത്തിലാണ് അവർ. നിരവധി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകർ പിന്തുണയുമായി സമരപന്തലിലേക്ക് ദിവസവും എത്തുന്നുണ്ട്. നിരാഹാര സമരം ആരംഭിച്ചിട്ട് 10 ദിവസം തികഞ്ഞു. ഇപ്പോഴും അധികാരികളിൽ നിന്ന് അനുകൂല നിലപാട് ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് സമരത്തെ പിന്തുണച്ച് നിരവധി പേർ രംഗത്തുവരുന്നത്. ആശാവർക്കർമാരുടെ സമരത്തെ പിന്തുണച്ച് 22 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര യൂണിയൻ ഫെഡറേഷനായ പബ്ലിക് സർവീസസ് ഇന്റർനാഷണൽ പിന്തുണ പ്രഖ്യാപിച്ചു. ആശാവർക്കർമാരുടെ ആവശ്യങ്ങൾ പരിഹരിക്കണമെന്ന് PSI മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു. 22 രാജ്യങ്ങളിലെ 3 കോടി തൊഴിലാളികൾ അംഗമായിട്ടുള്ള 122 യൂണിയനുകളെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണ് PSI. ആശാവർക്കർമാർക്ക് ന്യായവും മാന്യവുമായ തൊഴിൽ സാഹചര്യങ്ങൾ ഉറപ്പാക്കി മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകുന്ന രീതിയിലേക്ക് കേരളം മാറണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. ഇന്ത്യയിൽ 10 ലക്ഷത്തിലധികം ആശാവർക്കർമാരുടെ മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു. പൊതുജനാരോഗ്യത്തിനും സുസ്ഥിര വികസനത്തിനും കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കർമാരുടെ സേവനം ആവശ്യമാണ്. ഇവരുടേത് ഒരു ജോലിയായി കണക്കാക്കണമെന്നും ജീവിക്കാനുള്ള വേതനം, ബഹുമാനം, അംഗീകാരം എന്നിവ അവർ അർഹിക്കുന്നുണ്ടെന്നും സംഘടന കത്തിൽ ചൂണ്ടിക്കാട്ടി. ലോകാരോഗ്യ സംഘടനയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കർമാർ വഹിക്കുന്ന ജോലി, സാമ്പത്തിക പാക്കേജിന്റെ വ്യവസ്ഥകൾ, ധനസഹായം നൽകുന്നതിലെ ഉത്തരവാദിത്തങ്ങൾ, ജോലി സാഹചര്യങ്ങൾ, വേതനം, തൊഴിലാളി അവകാശങ്ങൾ എന്നിവ വ്യക്തമാക്കുന്ന നയങ്ങൾ ആവിഷ്കരിക്കാനും സർക്കാരുകളോട് ആവശ്യപ്പെടുന്നുണ്ട് കത്തിൽ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.